സൗദി അറേബ്യയും യു എയും തമ്മിൽ ഉടക്കിയാൽ അത് എണ്ണ വിപണി എത്രത്തോളം ബാധിക്കും എന്നുള്ള വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് സൗദിയും യു എയും തമ്മിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാവുന്നത്. യമനിലേക്ക് പ്രവേശിച്ചിരുന്ന ഈ യു എയുടെ കപ്പലിന് നേരെയോ അല്ലെങ്കിൽ അവരുടെ സംവിധാനത്തിന് നേരെയോ ആക്രമണം നടത്തി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു സാഹചര്യങ്ങളും ഓരോ അവസ്ഥകളും ഒക്കെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ്. അറബ് രാജ്യങ്ങളും തമ്മിൽ വിഷയം ഉണ്ടാകണമെന്നും അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ വിഷയം ഉണ്ടാകണമെന്നും എല്ലാ കാലത്തും ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് രാഷ്ട്രീയ നിരീക്ഷണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തുന്ന ലോകത്തെ ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക ആ പണി ചെയ്യാറുമുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ തമ്മിൽ വിഷയം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് വലിയൊരു ആശ്വാസം കിട്ടും. തമ്മിലാകുന്ന സമയത്ത് ഗസയുടെ വിഷയത്തെക്കുറിച്ചോ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചോ സംസാരിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യങ്ങളും ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമെന്ന് ഇസ്രായേലിനറിയാം. ആഭ്യന്തരമായിരിക്കുന്ന വിഷയം ഒരു രാജ്യത്തിൻ്റെ അകത്തുണ്ടാകുന്ന സമയത്ത് ബാഹ്യമായിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇടപെടാൻ സാധിക്കാറില്ല ഒരു രാജ്യത്തിനും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കാൻ പല ഘട്ടങ്ങളിലും പല രാജ്യങ്ങളും ശ്രമിക്കാറുള്ളതും ഇതിനാലാണ്. തങ്ങൾക്ക് നേരെ വിഷയങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പ്രവൃത്തി അത് തന്നെയാണ്. ഇന്ത്യ മുസ്ലിം തമ്മിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തമ്മിലായിക്കോളും, അവർക്ക് നേരെ തിരിയില്ല എന്നുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വന്നാൽ എവിടെ എത്തും ഈ സ്ഥിതി എന്ന് നമുക്ക് നോക്കാം. യു എയെ സംബന്ധിച്ചിടത്തോളം യു എയുടെ പല നിലപാടുകളും പല സമീപനങ്ങളും അപ്പാടെ പിന്തുടരാൻ താല്പര്യമുള്ള രാജ്യമാണ് സൗദി അറേബ്യ. അങ്ങനെ അവർ ചെയ്യാറുണ്ട്. അത് അവരുടെ ഈ എല്ലാവിധ സമീപനങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്കത് ടൂറിസം മേഖല അത് യഥാർത്ഥത്തിൽ യു എയെ പകർത്തിയിട്ടാണ് സൗദി അറേബ്യ നടപ്പിലാക്കുന്നത്. ബിസിനസ് സംബന്ധമായ കാര്യം, ബിസിനസ്സൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യു എയിൽ പൗരന്മാർക്കും ഈ പുറത്തുള്ള രാജ്യത്തിൽ വരുന്ന ആളുകൾക്കും, അതായത് അജ്നബികൾക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അവർക്കും ഈ ബാങ്ക് സംബന്ധമായ രീതിയിൽ ലോൺ കൊടുക്കുന്നൊരു സംവിധാനം യു എയിലുണ്ട്. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുക, അത് സ്വന്തം റിസ്ക് തന്നെ അത് കൊടുക്കും. അങ്ങനെ ആവുന്ന സമയത്ത് എന്താ പറയുക, സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് ഡെവലപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ടൂറിസം രംഗത്ത്, ബിസിനസ് രംഗത്ത്, പിന്നെ വിസ സ്റ്റാമ്പിംഗ് ഒക്കെ ആദ്യഘട്ടത്തിൽ സൗദി അറേബ്യയുടെ വിസ അടിക്കൽ പാസ്പോർട്ടിൻ്റെ അകത്തായിരുന്നു. ഇപ്പോൾ ഈ സ്റ്റാമ്പിംഗ് സംവിധാനം ഇല്ല, വിസ കോപ്പിയാണ് കിട്ടുന്നത്. യു എയിൽ വിസ കോപ്പിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പിന്തുടർച്ച ഇപ്പോൾ സൗദി നൽകിയിട്ട് ഇപ്പോൾ സൗദിയിലും അതേപോലെ തന്നെ വിസ കോപ്പി നൽകുന്നു. എന്നിട്ട് എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്താണ് പാസ്പോർട്ടിനകത്ത് സ്റ്റാമ്പ് ചെയ്യുന്നത്. ഈ ബിൽഡിംഗ് നിർമ്മാണ രംഗത്തൊക്കെ നിർമ്മാണം എന്ന് പറയുന്ന സമയത്ത് ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഉയരമുള്ള ബിൽഡിംഗ് ബുർജ് ഖലീഫയാണ്. ആ ബുർജ് ഖലീഫ ആ ബിൽഡിംഗ് എന്ന് പറയുന്ന സമയത്ത് അതിനേക്കാളും വലുത് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം സൗദി അറേബ്യക്ക് തോന്നുന്നത് ഈ ഒരു ബിൽഡിംഗ് യു എയിൽ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ആ രംഗത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള 1 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ബിൽഡിംഗാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ പൂർത്തിയാകാൻ പോകുന്നത്, ജിദ്ദയിൽ ചെങ്കടലിനോട് ചേർന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ചയാണ് പറയുന്ന കാര്യം. അതിൻ്റെ ഈ യു എയിൽ നടക്കുന്ന ഡെവലപ്പുമായിട്ട് അതായത് സ്ത്രീകൾക്ക് ലൈസൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ യഥാർത്ഥത്തിൽ യു എയിൽ നിന്നാണ് പകർത്തിയത്. സർവ്വ മേഖലയിലും അത് ഏറെക്കുറെ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവിടെ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു സംഭവം അവിടെ നടന്നു. അതോടുകൂടിയാണ് അത് റൂട്ട് മറ്റൊരു തരത്തിലേക്ക്, അതായത് 2017 ജൂൺ മാസം 5-ാം തീയതി അപ്രതീക്ഷിതമായി സൗദി അറേബ്യ ഖത്തറിന് നേരെ ഉപരോധം ഏർപ്പെടുത്തി. ഖത്തർ രാജ്യവും ലോകം ഞെട്ടിപ്പോയ സംഭവമാണ്. എന്താണ് കാര്യം എന്നറിയാത്ത രീതിയിൽ ഈ അറബ് രാജ്യങ്ങൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അങ്ങോട്ട് ബിസിനസ് സംബന്ധമായിരിക്കുന്ന ബന്ധങ്ങൾ മാത്രമല്ല വൈവാഹിക വിവാഹ ബന്ധങ്ങൾ പോലും ഉണ്ട്. ഖത്തറിലെ സൗദി കല്യാണം കഴിക്കുക, സൗദി ഖത്തർ കല്യാണം കഴിക്കുക, കുവൈറ്റിൽ എങ്ങോട്ട് കല്യാണം കഴിപ്പിക്കുക, അങ്ങനെ വിവാഹ ബന്ധങ്ങൾ പോലും നിലനിൽക്കുന്ന ഒരു ഏരിയകളാണ് ഈ പറയപ്പെട്ട അറബ് രാജ്യങ്ങൾ. വലിയ രീതിയിൽ ഡെപ്പോസിറ്റ് സൗദി അറേബ്യയിലൊക്കെ ഈ ചെയ്തിരിക്കുന്ന ഒരുപാട് വ്യവസായികൾ ഖത്തറിലുണ്ട്. ഈ സൗദികൾ അങ്ങോട്ട് ചെയ്തതുകൊണ്ട് അങ്ങനെ അങ്ങോട്ടും ഒക്കെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സൗദി അറേബ്യ ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. ഉപരോധം എന്ന് പറഞ്ഞാൽ ചെറിയ ഉപരോധമൊന്നുമല്ല, യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. യു എ ഇതിന് പൂർണ്ണമായിരിക്കും പിന്തുണ നൽകി. അതാണ് ഇരട്ടക്കുട്ടികളെ പോലെയാണ് സൗദിയും യു എയും പ്രവർത്തിക്കാറുള്ളത്. സൗദി അറേബ്യയുടെ നിലപാടിനെ യു എ പൂർണ്ണമായി പിന്തുണച്ചു. അതോടൊപ്പം തന്നെ ബഹ്റൈനും ഈജിപ്തും അതിന് സപ്പോർട്ടും ചെയ്തു. 4 രാജ്യങ്ങളുടെ ഉപരോധം ഒരു സമയത്ത് ഈ ചെറിയ കുഞ്ഞു രാജ്യം അനുഭവിക്കേണ്ട ഒരു സ്ഥിതി വന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവർ അപ്പാടെ അമ്പരന്ന് പോയി എന്നുള്ളതാണ്. വലിയ രീതിയിൽ ഇറക്കുമതി, സ്വയം പര്യാപ്തത നേടാത്ത ഒരു രാജ്യമാണ് ഖത്തർ. അപ്പോൾ അവിടേക്കുള്ള പച്ചക്കറിയും ഭക്ഷ്യധാന്യങ്ങളും അടക്കം വസ്ത്രങ്ങളും ഇലക്ട്രോണിക് സംബന്ധമായിരിക്കും എല്ലാ കാര്യങ്ങളും ഇറക്കുമതിയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ലോക രാജ്യങ്ങൾ ആശ്രയിച്ചിട്ടാണ്
ഈ ഖത്തർ ജീവിക്കുന്നത്. പാല് പോലും സൗദി അറേബ്യയുടെ അൽമറയുടെ പാലാണ് ഏറ്റവും കൂടുതൽ ഖത്തറിൽ വിതരണം ചെയ്യുന്നത്. അത് നിത്യേന വന്നുകൊണ്ടേ നിൽക്കും, എല്ലാ പ്രഭാതത്തിലും ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. നിൽക്കാത്ത രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാൽ സംഭരണി തന്നെ സൗദിയായിട്ട് ഖത്തറിനുണ്ടായിരുന്നു. അപ്പോൾ അവർ പാലും റൊട്ടി അടക്കമുള്ള ഭക്ഷ്യധാന്യങ്ങൾ പോലും ആശ്രയിക്കുന്ന മറ്റു രാജ്യത്തെ അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിന്നുപോയി എന്ന് പറഞ്ഞ സമയത്ത് യഥാർത്ഥത്തിൽ അമ്പരന്ന് പോയി ഖത്തർ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്താ അതിൻ്റെ കാരണം നോക്കാം. സൗദി അറേബ്യ ആരോപിച്ച കാര്യം ഇങ്ങനെയാണ്. മുസ്ലിം ബ്രദർഹുഡ് അത് ഈ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവർ തീവ്രവാദി സംഘടനയായിട്ട് പ്രഖ്യാപിച്ചതാണ്. വിഘടന സംവിധാനത്തോട് സപ്പോർട്ട് ചെയ്യുന്നതാണ് മുസ്ലിം ബ്രദർഹുഡ്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ ഹമാസ്, ഈ രണ്ട് ഗ്രൂപ്പുകളേക്കും ഖത്തർ നൽകുന്ന പിന്തുണയാണ് ഖത്തറിനെതിരെ നിലപാടെടുക്കാൻ വേണ്ടി സൗദിയെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഈജിപ്ത് ഒക്കെ ഈ സൗദി അറേബ്യ ഇങ്ങനെ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞാലും പിന്നെ ബഹ്റൈനും അതേപോലെ തന്നെ UAEയും എന്തിനാണ് പിന്തുണച്ചത് എന്നതിനെക്കുറിച്ച് അവർക്ക് തന്നെ കൃത്യമായ വിവരം പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതോടനുബന്ധിച്ച് ഇപ്പോൾ മറ്റുള്ള ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഇറാനുമായിട്ടുള്ള ബന്ധം തങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണ്. സൗദി അറേബ്യക്ക് താല്പര്യമില്ല. ഖത്തർ ഇറാനുമായിട്ടുള്ള ബന്ധം താല്പര്യമില്ലാത്തതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഖത്തറാണ് ഹൂത്തികളെ പ്രൊമോട്ട് ചെയ്യുന്നത്. ആ ഹൂത്തികൾ തങ്ങളെ ആക്രമിക്കുന്നു എന്ന വിഷയം. പിന്നെ അടുത്തത് അൽ ജസീറ പ്രവർത്തിക്കുന്നത് ഖത്തറിലാണ്. അതിന് പൂർണ്ണ ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അത് സൗദി അറേബ്യ വിമർശിക്കുന്ന പല റിപ്പോർട്ടുകൾ അതിൽ വരാറുണ്ട്. അതും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഗൾഫ് സഹകരണ കൗൺസിലിൻ്റെ നിയമാവലി ലംഘിച്ചു, അതാണ് അടുത്ത ആരോപണം. ഭൂമി, വായു, കടൽ സർവ്വ മേഖലയിലും ബ്ലോക്കാക്കി. വാണിജ്യ ബന്ധങ്ങൾ വിച്ഛേദിച്ചു. ഖത്തറിലെ പൗരന്മാരോട് രാജ്യം വിടാൻ വേണ്ടി പറഞ്ഞു. നിങ്ങളുടെ രാജ്യത്ത് പുറത്തു പോകണം എന്ന് പറഞ്ഞതിന് തുല്യമായിരിക്കുന്ന രീതിയായി. അങ്ങനെ വല്ലാത്ത രീതിയിലൊരു സാഹചര്യത്തിലേക്ക് വന്നു. പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഖത്തർ കടന്നു. ഞങ്ങൾക്കൊന്നും അറിയില്ല, എന്താ സംഭവം എന്നുള്ളത് ഞങ്ങൾ പഠിച്ചു വരട്ടെ, അല്ലെ എന്താണെന്നുള്ളതിൻ്റെ വിവരങ്ങൾ സൗദി അറേബ്യ നൽകണം. ഇവർ നിരന്തരം ഖത്തർ പറഞ്ഞുകൊണ്ടേയിരുന്നു. വിഷമഘട്ടത്തിൽ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഖത്തറിനെ സഹായിച്ചു, കൂടെ ഇറാൻ പൂർണ്ണമായിരിക്കും ഈ തുർക്കിയിൽ നിന്ന് വൻതോതിൽ ഭക്ഷ്യധാന്യങ്ങളും പാലും അടക്കമുള്ള സംവിധാനങ്ങൾ ഇറക്കുമതി ചെയ്തു. പിന്നീട് സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ ഖത്തർ നടത്തി, അതിലവർ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് നിത്യോപയോഗ സാധനങ്ങളൊക്കെ ആ രാജ്യത്ത് തന്നെ ഉണ്ടാക്കാനുള്ളൊരു സംവിധാനം ഈ ഉപരോധം കൊണ്ടുണ്ടായി എന്ന് ചുരുക്കം. 2021 അൽ ഉല എന്ന് പറയുന്ന ഒരു കരാർ സൗദി അറേബ്യ ഉണ്ടാക്കി. ഈ കരാർ പ്രകാരം ഉപരോധം പിൻവലിച്ചു. അങ്ങനെ നല്ല ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് ചുരുക്കം. എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒന്നും നേടിയിട്ടില്ല എന്നാണ് ഉത്തരം. തുടങ്ങിയവർ തന്നെ അവസാനിപ്പിച്ചു എന്നൊക്കെ ചില വിമർശനങ്ങൾ സൗദി അറേബ്യക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ 2-3 വിഷയങ്ങളാണ്. ഒന്ന്, ഈ മുസ്ലിം ബ്രദർഹുഡ്, ഹമാസ് പോലെയുള്ള സംഘടനയുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടനയുമായിട്ട് ആണ് പല ഘട്ടങ്ങളിലും ഈ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ട ഈജിപ്ത് ചർച്ച നടത്തിയത്. ഒരു പ്രാവശ്യങ്ങളിൽ സൗദി അറേബ്യ ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുമായിട്ട് ഈ നിഷേധ വിഭാഗം എന്ന് പറഞ്ഞവരുമായിട്ട് ആരൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്? ഹമാസുമായിട്ട് ഈജിപ്ത് ചർച്ച നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൗദി ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ ചർച്ചകളൊക്കെ അതിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇറാനുമായിട്ടുള്ള ബന്ധം വെച്ചാൽ ഇറാനിലേക്ക് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി പ്രതിരോധ മന്ത്രി പോയിട്ട് സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇറാൻ പല ഘട്ടങ്ങളിലേക്ക് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യങ്ങളൊക്കെ അവർ തമ്മിൽ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ എന്താണ് ഉപരോധം എന്തിനാണ് ഏർപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല എന്നുള്ളത്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, യമൻ്റെ വിഷയത്തിൽ UAE സൗദി മുടക്കിയാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ്. അത് സാരമായിരിക്കുന്നത് മുറിവേൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോരും. പെട്രോളിയത്തിൻ്റെ നിയന്ത്രണത്തിൽ പോലും ചെറിയ വ്യതിയാനങ്ങൾ വരും എന്നുള്ളതാണ്. അതായത് ഒപ്പക്ക് തർക്കമുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എണ്ണയെ സാരമായിട്ട് ബാധിക്കും. എങ്ങനെയാണ് എണ്ണ നിയന്ത്രണം എന്ന് പറയുന്നത്? ഈ സൗദി അറേബ്യ UAE അടക്കമുള്ള രാജ്യങ്ങൾ തമ്മിൽ ഒരു കരാർ വ്യവസ്ഥയുണ്ട്. അത് ഒപ്പക്കുമായിട്ടുള്ള കരാർ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഉൽപ്പാദന കോട്ട, അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ അധികാരമില്ല. കൂട്ടായ രീതിയിലാണ് തീരുമാനം ഉണ്ടാകുക. ബേസ് ലൈൻ എന്ന് പറഞ്ഞ സംവിധാനം, ബേസ് ലൈൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ കുറക്കൽ വർധനവ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഒരു അടിസ്ഥാന രീതി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന രീതിയാണ് ആ പറയുന്നത്. പിന്നെ വിപണി പങ്ക്, എങ്ങനെയാണ് വിപണിയിൽ ഇത് വിൽപ്പന നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഈ ഒപ്പക്ക് സംവിധാനത്തിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു നിയന്ത്രണ കാര്യങ്ങൾ. അതിനനുസരിച്ചിട്ടാണ് രാജ്യങ്ങൾ പോകുന്ന സമയത്താണ് എന്തുണ്ടാകുന്നത്? പെട്രോളിയത്തിൻ്റെ വില നിയന്ത്രിക്കാനും അത് കൂട്ടണമെങ്കിൽ കൂട്ടാനും കുറക്കണമെങ്കിൽ കുറക്കാനും വേണ്ടി സാധിക്കുക. ഒരുമിച്ച് ഉൽപ്പാദനം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഓരോ രാജ്യവും എന്ത് ചെയ്യും? ഒറ്റക്ക് തീരുമാനിക്കും. അതുകൊണ്ട് കൂട്ടായ രീതിയിലുള്ള പ്രവൃത്തി അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? സൗദി അറേബ്യ നിർമ്മിക്കുന്നത് സൗദി അറേബ്യ വിൽപ്പന ചെയ്യും, UAE നിർമ്മിക്കുന്നത് ഒരു വിൽപ്പന. അപ്പോൾ എന്ന് പറഞ്ഞാൽ വിപണിയിൽ ഇടിവ് വരും. അപ്പോൾ വിപണിയിൽ എണ്ണയുടെ വില വർദ്ധിക്കും.
അതല്ലെങ്കിൽ സാരമായിട്ട് കുറയും. ഇത് ഏതിനെ ബാധിക്കും? രാജ്യത്തിലെ ആഭ്യന്തരമായിരിക്കുന്ന ഉൽപ്പാദനത്തെ പോലും ബാധിക്കുന്നിടത്തേക്ക് കാര്യം പോകും. അപ്പോൾ സൗദി അറേബ്യ UAE അടക്കുക എന്ന് പറഞ്ഞാൽ അത് മേഖലയെ ബാധിക്കുന്ന സമയത്ത് ലോകാടിസ്ഥാനത്തിൽ അത് ബാധിക്കും. അതുകൊണ്ട് ചിരിക്കുന്ന ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേൽ ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ഒരു രീതിയിൽ നിന്ന് ഇവർ യഥാർത്ഥത്തിൽ വളരെ പെട്ടെന്ന് പിന്മാറുകയാണ് വേണ്ടത്. ഈ കാര്യം എന്ന് പറയുന്നത് എവിടെയും ഒരു നിയന്ത്രണം, ഒരു പിടുത്തം കിട്ടാത്ത രീതിയാണ് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥ. കാരണം ആരുടെയും പിന്തുണയില്ല. അമേരിക്ക അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇസ്രായേലിനെ പിന്തുണക്കുന്നത്. അമേരിക്കക്കും പൂർണ്ണമായിട്ട് തൃപ്തി ഉണ്ടായിട്ടൊന്നുമല്ല. അമേരിക്ക അല്ലാത്ത ഒരു രാജ്യം ഞങ്ങൾ പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലിനെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യം പോലും മുന്നോട്ട് വന്നിട്ടില്ല. മുമ്പ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പാടെ വരുമായിരുന്നു ഇസ്രായേൽ നിലനിൽക്കണം, അവർ വലിയ പ്രയാസം അനുഭവിച്ചവരാണ്, അവരെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ ബാധ്യത എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന എല്ലാ രാജ്യവും ഇപ്പോൾ എതിരാണ്. അറബ് രാജ്യങ്ങൾ പൂർണ്ണമായിട്ട് എതിരാണ്, മുസ്ലിം രാജ്യങ്ങൾ പൂർണ്ണമായിട്ട് എതിരാണ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ പൂർണ്ണമായിട്ട് എതിരാണ്. അങ്ങനെ എതിർപ്പിൻ്റെ കഥകൾ മാത്രമേ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പറയാനുള്ളൂ. അതിനിടയിൽ ഇവർ തമ്മിൽ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗസയുടെ വിഷയത്തിലേക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് ഇവർക്ക് താല്പര്യം കാണാത്തൊരു സ്ഥിതി വരുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ, ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും UAE തമ്മിൽ ഉടക്കുന്ന സമയത്ത് ഉണ്ടാവുക എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.